പ്രിയപ്പെട്ടവരെ, നവംബർ മാസം കർത്താവ് 30 ദിവസം നമ്മൾ പൂർത്തീകരിച്ച് ഒക്ടോബർ മാസത്തിലാണ് അമ്മ ഈ സന്ദേശം തന്നതെങ്കിലും ഇപ്പോഴ് 1 മാസം നമ്മൾ പൂർത്തീകരിക്കുകയാണ് നവംബറിൽ. അപ്പോൾ ഈ മാസം മുഴുവൻ ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയുന്ന. പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ്, അമ്മയുടെ പ്രത്യേക ദിവസമാണ്. ഈ അമ്മയുടെ പ്രത്യേക ദിവസമുണ്ടല്ലോ, പണ്ട് ആൾക്കാർ ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ടി പ്രത്യേകം പോയി കുർബാന കൂടുകയും കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇന്നും ചെയ്യുന്നില്ലെന്നല്ല, കുറച്ച്. അപ്പോൾ ശനിയാഴ്ച എന്ന് പറഞ്ഞ ഒരു ആൾക്കാർ ഞായറാഴ്ച പോലെ അമ്മയുടെ ദിവസം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. അന്ന് ധർമ്മക്കാരെ കാണുകയും അവർക്ക് വേണ്ടത് നൽകുകയും ചെയ്യുന്നവരുണ്ട്. മാതാവിൻ്റെ രൂപം പ്രത്യേകമായി തുടച്ച് വൃത്തിയാക്കി പൂവൊക്കെ വെച്ച് അമ്മയെ വണങ്ങുന്ന ദിവസം കൂടിയാണ്. പിന്നെ ജവമാർ കൂടുതൽ ചെല്ലും. അങ്ങനെ മാതാവിൻ്റെ ആൾക്കാരും മാതാവിൻ്റെ ആധ്യാത്മിക പേറുന്നവരാണ്. മാതാവിൻ്റെ ആധ്യാത്മികകൾ വലിയ ആധ്യാത്മികതൊന്നും ഇല്ല. കാര്യം നമുക്ക് മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ലത് ഈസി വചനത്തെ ആദ്യം സ്വീകരിച്ച അമ്മയുടെ ആധ്യാത്മികത തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് കം ടു പ്രേയർ. കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിന് ആരാധിക്കുകയും സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ ശനിയാഴ്ച അങ്ങയുടെ മക്കളെ ശിരസ് നമിച്ച് നിൻ്റെ ആശീർവാദത്തിന് നിൽക്കുമ്പോൾ അമ്മയാണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുള്ളത്. അമ്മയാണ് ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടെ വീഞ്ഞ് തികയാതെ വന്ന കാര്യം, അവിടുത്തെ ഇല്ലായ്മ, തികയാത്ത അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി ആ വീട്ടുകാരൻ പോലും പറയാതെ സ്വന്തമായിട്ട് ആ വിഷയം ഏറ്റെടുത്തു. ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ ഒത്തിരി പേരുകളിൽ ഒരു പേര് വേണ്ടതാണ്, ഏറ്റെടുപ്പ് മാതാവെന്ന്. നമ്മൾ ഉടമ്പടി മാതാവെന്ന് പറയും, അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. പക്ഷെ മാതാവ് ചെയ്തത് എന്താണ്? ആ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ അവർ പോലും അറിയാതെ സ്വന്തമായിട്ട് ഏറ്റെടുത്തു. അതാണ് ഏറ്റെടുപ്പ് മാതാവെന്ന് പറയണത്. അതായത് ശനിയാഴ്ച നിൻ്റെ എല്ലാ വിഷയം, ഞങ്ങളൊക്കെ ശനിയാഴ്ച അല്ലെങ്കിൽ ഒക്ടോബർ മാസം അല്ലെങ്കിൽ മെയ് മാസമൊക്കെ വരാൻ കാത്തിരിക്കുക. എന്തിനാണെന്നറിയാവോ? അമ്മ ഫയൽ നോക്കണ മാസമാണത്. പ്രത്യേകിച്ച് എന്നുവെച്ചാൽ ഭയങ്കര പ്രസംഗങ്ങളുള്ള വിഷയങ്ങളെല്ലാം മഞ്ഞുപോലെ ഒരുക്കി കളയണ ദിവസമാണ്. അങ്ങനെ നമ്മൾ വിശ്വസിച്ചാണ്, അങ്ങനെയാണ് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണെങ്കിൽ മരിയൻ എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും മാതാവിൻ്റെ മധ്യസ്ഥയിലേക്ക് ക്ഷണിക്കുകയാണ്. കാര്യം മാതാവ് നമ്മൾ ഈശോയുടെ അടുത്ത് കൊണ്ടുപോകും. ഈശോയിൽ ആദ്യം ജീവിച്ച ആൾ അമ്മയാണ്. വചനത്തിൽ ആദ്യം ജീവിച്ച ആൾ അമ്മയാണ്. അമ്മയേക്കാൾ വലിയൊരു ജീവിതവും വേറെ മധ്യസ്ഥനോ ഒന്നും ഇല്ല. കാര്യം പ്രധാന മധ്യസ്ഥ കൃപാസനം മാതാവിനെ വിളിക്കുന്നത്. അല്ല, ഏകമധ്യസ്ഥൻ ക്രിസ്തുവാണ്. പക്ഷെ പ്രധാന മധ്യസ്ഥൻ, കാര്യം എന്താ, മറ്റു പുണ്യാളന്മാരെ പോലെ ഒരു മധ്യസ്ഥ അല്ല അമ്മയെന്ന് എൻ്റെ അർത്ഥം. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അമ്മ പ്രധാന മധ്യസ്ഥയാണ്. അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അതാണ് അമ്മയെ ജീവിതത്തിൻ്റെ പ്രധാന മധ്യസ്ഥയാക്കും. യേശുവിന് നമുക്ക് ഇടയ്ക്ക് നിൽക്കുന്നത് അമ്മയാണ്. അമ്മയേക്കാൾ വലിയ മധ്യസ്ഥമില്ല. ഞാൻ ശനിയാഴ്ച കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ ഒറ്റയ്ക്ക് പണിപ്പെടേണ്ട കാര്യമില്ല, ഒറ്റയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അമ്മയാണ് ഞങ്ങളുടെ ഭാരങ്ങൾ കാനായിൽ വെച്ച് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതും അമ്മയുടെ മധ്യസ്ഥമാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥം. ഈ ഭൂമിയിൽ ഈശോ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥം അമ്മയുടേതാണെങ്കിൽ സ്വർഗം കേട്ട മധ്യസ്ഥം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ക്രിസ്തു വഴി ഈ പ്രാർത്ഥനകൾ ഞങ്ങൾ പരവിധാനം സമർപ്പിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഫോർമുല ഇല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഈ കുടുംബങ്ങളെല്ലാം നൂറുകണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇപ്പോഴും ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും അത് പങ്കെടുക്കുകയും ആ പങ്കെടുക്കുന്ന ഓരോ മക്കളും ആശ്രയം വെച്ചിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കരുണ, മനസ്സ്, ശരീരം, ആത്മാവ്, ജീവിതം എല്ലാ മണ്ഡലങ്ങളിലും യാത്ര, അതുപോലെ തന്നെ ചർച്ചകൾ, മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, സമ്മേളനങ്ങൾ, എവിടെയെല്ലാം അങ്ങയുടെ മക്കൾ പോകുന്നു അവിടെയെല്ലാം അവിടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, വിനിമയങ്ങൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, അതിനുവേണ്ടിയുള്ള നീക്കുപോക്കുകൾ, ചർച്ചകൾ, യാത്രകൾ, സംരംഭങ്ങൾ, കയ്യൊപ്പുകൾ, ഒപ്പിടേണ്ട അവസ്ഥകൾ, രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥകൾ, എന്തെല്ലാം വിഷയങ്ങൾ, വേറെവർ യു ഗോ, നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിന്നെ ഉണ്ടായിരിക്കും എന്ന് അളിച്ച് ദൈവത്തിൻ്റെ ചൈതന്യവും ശക്തിയും ഇന്ന് മുഴുവനും
കർത്താവിൻ്റെ ചൈതന്യമായി നിങ്ങളിലെ രാത്രി വിശ്രമിക്കാരെത്തുന്നവരെയുള്ള എല്ലാ ഭൗതിക ദൈവിക സംരംഭങ്ങളെല്ലാം കർത്താവിൻ്റെ വെളിച്ചം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും ക്ലേശങ്ങളും യേശു ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോയിട്ട് കൽപ്പിക്കുന്നു. ലോർഡ്, ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്.